ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നിത്യജീവൻ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് യേശു മിശിഹ നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 43, 44, 45 ഇങ്ങനെ ഈ 3 വചനഭാഗങ്ങളാണ്. അതിപ്രകാരമാണ്: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിത്തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുതന്നെയായിരിക്കും അനുഭവം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവ് യേശു മിശിഹ ഒരു അശുദ്ധാത്മാവിൻ്റെ അനുഭവവും അശുദ്ധാത്മാവിൽ ബാധിച്ച മനുഷ്യൻ അതിൽ നിന്ന് മുക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ ജീവിതാവസ്ഥയൊക്കെ ഇത്ര ഹൃദ്യമായി വരച്ചു വച്ചിരിക്കുന്നത്? ഇതിലൂടെ കർത്താവ് യേശു മിശിഹ നമുക്ക് പ്രധാനമായും 5 കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 43 വചനം: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഏതാണ് ഈ വരണ്ട സ്ഥലം? നമ്മളെ സംബന്ധിച്ച് വരണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ജീവിത സാഹചര്യങ്ങളൊന്നുമില്ലാത്ത, കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്ത, ഉണങ്ങി വരണ്ടിരിക്കുന്ന സ്ഥലം. എന്നാൽ അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വരണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ആത്മീയമായി സമൃദ്ധിയുള്ള ഇടങ്ങളൊക്കെ അശുദ്ധാത്മാവിന് വരണ്ട സ്ഥലങ്ങളാണ്. ഒരു വ്യക്തി എപ്പോഴും പ്രാർത്ഥിച്ചും ഏത് സമയത്തും ആത്മീയമായ ചൈതന്യത്തിലുമൊക്കെ ജീവിക്കുമ്പോൾ അവിടേക്ക് ഒരു അശുദ്ധാത്മാവ് വന്നാൽ, ഒരു തിന്മ വന്നാൽ, തിന്മയെ സംബന്ധിച്ച് അത് വരണ്ട സ്ഥലമാണ്, വരണ്ട മനുഷ്യനാണ്, വരണ്ട ഹൃദയമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത് ആശ്വാസം തേടി അതിങ്ങനെ വരണ്ട സ്ഥലത്തൂടെ അലഞ്ഞു നടക്കുന്നുവെന്ന്. അപ്പോൾ ഈ അശുദ്ധാത്മാവ് ആശ്വാസം കിട്ടാനായിട്ട് ശ്രമിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലൂടെ ചെന്ന് നോക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ചെന്ന് നോക്കും. അങ്ങനെ ഉള്ള ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അശുദ്ധാത്മാവിന് മനസ്സിലാകും ഇത് അതിനെ സംബന്ധിച്ച് വരണ്ട സ്ഥലമാണ് എന്ന്. നമ്മളെ സംബന്ധിച്ചോ അതൊക്കെ വലിയ സമൃദ്ധിയുടെ സ്ഥലമാണ്. നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ടല്ലോ, പന്നികൾ എവിടെയാണ് ആഘോഷമായിട്ട് ജീവിക്കുന്നത്? ചെളിയിലാണ്. നല്ല ഭംഗിയായിട്ട് ടൈൽസ് ഇട്ട് സിമെൻ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയ സ്ഥലത്ത് പന്നികൾക്ക് താമസിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അതുങ്ങളാകെ അസ്വസ്ഥമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള വൃത്തിയും വെടുപ്പും നീറ്റ്നെസ്സും ഉള്ള സ്ഥലത്ത് നമുക്ക് വസിക്കാൻ ഇഷ്ടമാണ്. പന്നികൾക്ക് അതാ പറയുന്നത് പന്നിക്കുഴി എന്ന്. എല്ലാ തരത്തിലും ചെളിയും അശുദ്ധിയും എല്ലാ തരത്തിലും ഇങ്ങനെ ചെളി കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്ത് ഊളിയിട്ട് ജീവിക്കാൻ പന്നികൾക്ക് നല്ല ഇഷ്ടമാണ്, താല്പര്യമാണ്. അപ്പോൾ അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ തിന്മയുള്ള ചെളിക്കുണ്ട് പോലെയുള്ള സ്ഥലമാണ് അശുദ്ധാത്മാക്കളെ സംബന്ധിച്ച്, തിന്മയെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്ഥലം, ഇഷ്ടമുള്ള സ്ഥലം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് അതിങ്ങനെ അലഞ്ഞു നടക്കുന്നുവെന്ന്. ഏതൊരു ആളെ നോക്കിയാലും ഏതൊരു വീടുകളിൽ നോക്കിയാലും അതിന് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ അശുദ്ധാത്മാവിന്, തിന്മകൾക്ക് അത് വസിക്കാൻ പറ്റിയ ഇടങ്ങൾ കണ്ടെത്തുന്നില്ല അവിടെ ഒന്നും. ഇതാണ് ഒന്നാമതായിട്ട് നമുക്ക് ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാര്യം അതിപ്രകാരമാണ്. 44 വചനം. ആ വചനം എങ്ങനെയാണ്? അത് മടങ്ങി വരുമ്പോൾ
ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരിയും സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. ഈ അശുദ്ധാത്മാവ് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരിയും സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അതായത് എന്താണ് പ്രിയപ്പെട്ടവരെ ആളൊഴിഞ്ഞു കിടക്കുന്ന കാണുന്നു പറഞ്ഞാൽ? പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നോ ഈ വചനത്തിൻ്റെ അർത്ഥം? വലിയ ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സംഘം ഒരു മുറിയിൽ കൂടിയിരിക്കുന്നു എന്ന് കരുതുക. എപ്പോഴും അവർ ലഹരി ഉപയോഗിക്കുന്നു. ആ വീടും ആ മുറിയും മുഴുവനും ലഹരി ഉപയോഗിച്ച് ജീവിക്കുന്ന ആള്. അങ്ങനെ ഒരു സംഘമുള്ള സ്ഥലം. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, അത് ഭൗതികമാകട്ടെ വ്യക്തിപരമായ തീരുമാനമാകട്ടെ എങ്ങനെയെങ്കിലും ആകട്ടെ, എല്ലാവരും അങ്ങനെയുള്ള പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നവർ എല്ലാവരും അവിടുന്ന് പോകേണ്ടി വന്നു. അവരെ ഒക്കെ ഒഴിപ്പിച്ചു. പിന്നെ ആ കൂട്ടത്തിലുള്ള ഒരാൾ ആ വീട്ടിലേക്കും ആ മുറിയിലേക്കും ചെല്ലുമ്പോൾ എന്തായിരിക്കും കാണുന്നത്? അതുവരെയും അവിടെ ഉപയോഗിച്ചിരുന്ന ലഹരികളുടെ അംശങ്ങൾ, അത് കടലാസാകാം, കുപ്പിയാകാം, കുപ്പിയുടെ ഭാഗങ്ങളാകാം, മറ്റു വസ്തുക്കളാകാം, അതൊക്കെ എടുത്തു കളഞ്ഞ് ഒരു തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആരും തന്നെയില്ല. ആ വീടും ആ മുറിയും ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ പറഞ്ഞത്. ആ അശുദ്ധാത്മാവ് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞു കിടക്കുന്നു. അതായത് തിന്മ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും അവിടെ ഇല്ല എന്ന്. എല്ലാവരും അവിടുന്ന് പോയി എല്ലാ അശുദ്ധിയും മാറി ക്ലീൻ ആയിട്ടിരിക്കുന്നു. മാത്രമല്ല അത് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട് കാണുന്നു. എന്താണ് ഈ അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ? ഇനി വേറെ ഒരു വലിയ കാര്യത്തിനായിട്ട് ആ വീടിനെ ആ മുറിയെ ഒരുക്കി വെച്ചിരിക്കുക, എല്ലാം സജ്ജീകൃതമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം? അത് നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കണം. അതുകൊണ്ടാണ് രണ്ടാമതായിട്ട് ഈ വചനത്തിൽ പറയുന്നത് അത് ഒരുക്കി വെച്ചു, അത് സജ്ജീകരിച്ചു, ക്ലീൻ ആയിട്ടിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ഹൃദയമാണ് ഇങ്ങനെയെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ, അതൊരു മുറി പോലെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ ലഹരി കൊണ്ട് നിറയുന്നു, ദുശ്ശീലങ്ങൾ കൊണ്ട് നിറയുന്നു, ദുഷ്ടരക്കങ്ങൾ കൊണ്ട് നിറയുന്നു, മറ്റു പല തിന്മകളും വന്ന് നിറയുന്നു, പാപകരമായ പ്രവൃത്തികൾ കൊണ്ട് നിറയുന്നു. അങ്ങനെ ഒരു 100 തരത്തിലുള്ള പാപം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം ഉള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വചനം ശ്രവിച്ചിട്ടോ കൂദാശകൾ സ്വീകരിച്ചിട്ടോ ധ്യാനത്തിൽ സംബന്ധിച്ചിട്ടോ ഒക്കെ ഇനി ഇങ്ങനെയുള്ള ജീവിതമൊന്നും ഞാൻ നയിക്കില്ല എന്ന് തീരുമാനിച്ച് എല്ലാ തരത്തിലും ദുശ്ശീലങ്ങൾ വിട്ടുപേക്ഷിച്ചു, ദുഷ്തഴക്കങ്ങളിൽ നിന്നും വിടുതൽ കിട്ടി, പാപത്തിൻ്റെതായ അംശങ്ങളെ മുഴുവൻ ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതാണ് ഈ വചനം പറഞ്ഞത് ആളൊഴിഞ്ഞു അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട് കാണുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് എന്തുകൊണ്ടാണ് ഈശോ ഇത്ര വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതെന്നോ? ഇവിടം കൊണ്ട് നിർത്തരുത് എന്ന്. ഞാൻ നല്ലവനായി, ഞാൻ പാപം ചെയ്യുന്നില്ല, ഇനി ഒരു പാപം എൻ്റെ ഉള്ളിലില്ല, ഞാൻ 100% പാപത്തിൽ നിന്നും മുക്തി നേടിയ ആളാണ്, അവിടം കൊണ്ട്, ഒരുക്കം കൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത് എന്ന്. അങ്ങനെ അവസാനിപ്പിച്ചാലുള്ള ദുരിതമാണ്, ദുരന്തമാണ് മൂന്നാമതായിട്ട് കർത്താവ് ഈ വചനത്തിലൂടെ പറഞ്ഞു തരുന്നത്. ആ വചനം ഇങ്ങനെയാണ്, 45-ാം വചനം. അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസം ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ ദുരിതമാകും. എന്തുകൊണ്ടാണെന്ന് അങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഇയാളിങ്ങനെ ഒരുക്കി വെച്ചു, ഹൃദയത്തെ, ജീവിതത്തെ ഒരുക്കി വെച്ചു. പക്ഷേ ഈ മനുഷ്യൻ അവിടെ ഒന്നും ചെയ്തില്ല. തിന്മകളെ എടുത്തു കളഞ്ഞപ്പോൾ നന്മ കൊണ്ട് ഹൃദയം നിറച്ചില്ല. തിന്മകളെയും ദുശ്ശീലങ്ങളെയും ജീവിതത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞപ്പോൾ പലതരത്തിലുള്ള ആത്മീയ നന്മകൾ കൊണ്ട് ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയില്ല, നിറച്ചില്ല. അതുകൊണ്ടാണ് പിശാച് തന്നേക്കാൾ ക്രൂരരായ
7 പേരെ കൂടെ കൊണ്ടുവന്ന് ഇയാളുടെ വീട്ടിൽ വാസമുറപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാ ഇയാളുടെ വീട്ടിൽ വാസം ഉറപ്പിക്കാൻ സാധിച്ചത്? ഈ മനുഷ്യൻ അനുദപിച്ച് മാനസാന്തരപ്പെട്ടതിന് ശേഷം ആത്മീയ സുഹൃതങ്ങളെ കൊണ്ട് ഹൃദയം നിറയ്ക്കാത്തതുകൊണ്ട് ഒരുക്കി സജ്ജീകരിക്കപ്പെട്ട ആ മുറി, ആ മനുഷ്യൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആത്മീയ സമ്പത്ത് കൊണ്ട് നിറച്ചിരുന്നില്ല, ശൂന്യമായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സാധാരണ ഒരു ദുഷ്ടാരൂപിക്ക്, പാപത്തിന്, അശുദ്ധാത്മാവിന് വന്നു വസിക്കാൻ പറ്റില്ലെങ്കിൽ ക്രൂരരായ ആളുകൾക്ക്, ക്രൂരരായ ദുഷ്ടാരൂപികൾ വന്നു വസിക്കുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചെറിയ ഒരു സുഹൃദൈവം കൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ആത്മീയമായി നിലനിൽക്കാൻ, വളരാൻ സാധിക്കില്ല. ചെറിയൊരു പ്രാർത്ഥന കൊണ്ട് സാധിക്കില്ല. ചെറിയ ചെറിയ ആത്മീയ അഭ്യസനങ്ങൾ കൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളെയും ചെറുത്തു തോൽപ്പിച്ച് ജീവിക്കാനായി നമുക്ക് സാധിക്കില്ല. അപ്പോൾ എത്ര ക്രൂരരായ ദുഷ്ടാരൂപികൾ വന്നാലും നമ്മുടെ ഉള്ളിൽ കയറാതെ നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ എന്തു വേണം? പ്രധാനമായിട്ടും 3 ആത്മീയ സമ്പത്ത് കൊണ്ട് നമ്മൾ നിറയണം. 1, ദിവ്യകാരുണ്യം അഥവാ വിശുദ്ധ കുർബാന. 2, വിശുദ്ധ കുംഭസാരം. 3, പരിശുദ്ധ ജപമാല. പിന്നെ ദൈവവചനം. ഇങ്ങനെയുള്ള ആത്മീയ സമ്പത്ത് കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ എത്ര ക്രൂരന്മാരായ ദുഷ്ടാരൂപികൾ നമ്മുടെ അടുത്ത് വന്നാലും നമ്മളെ തൊടാതിരിക്കുകയുള്ളൂ. അതല്ലെങ്കിലോ പലപ്പോഴും ഇങ്ങനെ ഒരുക്കി വെച്ച മുറി, സജ്ജീകൃതമായ മുറി, പാപങ്ങളെ ആട്ടിപ്പുറത്താക്കിയ മുറി എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ആത്മീയ നന്മകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചില്ലെങ്കിൽ, ശക്തമായ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ, ശക്തമായ വിധത്തിൽ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രലോഭനമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ വരുമ്പോൾ നമ്മൾ വീണു പോകും. അതുകൊണ്ടാണ് കർത്താവ് യേശുമിശിഹ വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞത്, പാറയിൽ പണിത ഭവനം എത്ര ശക്തമായ കാറ്റടിച്ചാലും, മഴ വന്നാലും, പെരുവെള്ളം വന്നാലും തകർന്നു പോകില്ല എന്ന്. വചനമാകുന്ന, വിശുദ്ധ കുർബാനയാകുന്ന, വിശുദ്ധ കുംഭസാരമാകുന്ന, വിശുദ്ധ ജപമാലയാകുന്ന പാറമേലാണ് നമ്മൾ ഓരോരുത്തരും പണിയപ്പെടുന്നതുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായ കാറ്റടിച്ചാലും, എത്ര ശക്തമായ വിധത്തിലുള്ള പാപത്തിൻ്റെ കുത്തൊഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാലും നമ്മളെ അതൊന്നും ഏശുകയില്ല. അതല്ലെങ്കിലോ കർത്താവ് പറഞ്ഞില്ലേ, പാറപ്പുറത്ത് പണിയുന്നതിന് പകരം മണൽപ്പുറത്താണ് വീട് പണിയുന്നതെങ്കിൽ തകർന്ന് തരിപ്പണമാകും. ചെറിയൊരു കാറ്റ് വരുമ്പോഴത്തേനും, ഒരു വെള്ളം വരുമ്പോഴത്തേനും അത് പൊടി പോലെ തകർന്നു പോകുമെന്ന്. ഇതാണ് ഈ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരിതമെന്നും ദുരന്തമെന്നും നമ്മൾ മനസ്സിലാക്കണം. ശക്തമായ വിധത്തിലുള്ള ആത്മീയ സമ്പത്തിനെ കൊണ്ട് നിറച്ചില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഇന്ന് കത്തോലിക്ക സഭയിൽ എന്തുമാത്രം ആത്മീയ സമ്പത്തുകൾ നേടാനുള്ള അവസരമുണ്ട്. വിശുദ്ധ കുർബാന മീഡിയ വഴിയായിട്ടും ദേവാലയങ്ങളിൽ ചെന്നും ഒക്കെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ, ദിവ്യകാരുണ്യ ആരാധനകൾ അങ്ങനെ സംബന്ധിച്ച് ആത്മീയ സമ്പത്ത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാൻ, ജീവിതത്തെ എന്നും ആത്മീയമായി പുഷ്ടിപ്പെടുത്തി നിലനിർത്താൻ നമുക്ക് എന്തുമാത്രം അവസരങ്ങളാണുള്ളത്. അത് വിനിയോഗിക്കണം. അതുപോലെ തന്നെ വചനം വായിച്ച്, വചനം കൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ അധരവും ജീവിതത്തെയും നിറയ്ക്കാനായിട്ട് ഇന്ന് എല്ലാവർക്കും സാഹചര്യങ്ങളും സാധ്യതയും ഉണ്ട്. വചനം ശ്രവിച്ചും, വചനം വായിച്ചും, വചനം ധ്യാനിച്ചും, വചനം കൊണ്ട് നമ്മളെ നിറയ്ക്കണം. വീണ്ടും നമുക്കറിയാം, കുംഭസാരം എന്ന കൂദാശയിലൂടെ എല്ലാ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്, തുടർന്ന് പരിശുദ്ധ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ കരിമ്പാറ പോലെയുള്ള ആത്മീയ സമ്പത്തിലാണ് നമ്മൾ ഓരോരുത്തരും അടിയുറച്ച് നിൽക്കുന്നത് എങ്കിൽ, എത്ര ക്രൂരരായ 7 ആത്മാക്കളല്ല 14 അശുദ്ധാത്മാക്കൾ വന്നാലും നമ്മളെ ആരെയും തൊടാൻ പറ്റില്ല,
അനക്കാനായിട്ട് പറ്റില്ല. നമ്മൾ കുലുങ്ങില്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ കുലുങ്ങില്ല. കാരണം എന്താണെന്നോ, ആത്മീയ സമ്പത്ത് അത്ര ശക്തമാണ് നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ ബലിയിലൂടെ ലഭിക്കുന്നത്, ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ലഭിക്കുന്നത്, വിശുദ്ധ വചനത്തിലൂടെ ലഭിക്കുന്നത്, പരിശുദ്ധ ജപമാല സമർപ്പണത്തിലൂടെ ലഭിക്കുന്നത്. ഇതൊക്കെ ഇല്ലാതെ ഏതാനും ചില പെരിഫറലായിട്ടുള്ള ചില ഭക്ത അഭ്യസനങ്ങൾ നമ്മൾ നടന്നാൽ, ഉപരിപ്ലവമായ അഭ്യസനങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നടന്നാൽ, പ്രിയപ്പെട്ടവരെ, ക്രൂരരായ അശുദ്ധാത്മാക്കൾ വരുമ്പോൾ നമ്മുടെ സ്ഥിതി അപ്പുറത്തേൻ്റെ ഇപ്പുറത്തേതായിത്തീരും, പഴയതിനേക്കാൾ ദുരിതമയമായിത്തീരും. അതാണ് ഈ വചനത്തിൽ ഇത്ര കൃത്യമായിട്ട് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതം പഴയതിനേക്കാൾ ദുരിതപൂർണമായി തീർന്നുവെന്ന്. ഇനി നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. വചനത്തിൽ ഈശോ ഇപ്രകാരം പറഞ്ഞു, ആ 45-ാം വചനത്തിൻ്റെ അവസാനത്തിൽ, ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ഇവിടെ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതാണ് ഈ ദുഷിച്ച തലമുറ? ഒന്നാമതായിട്ട്, ഏതാണ് ഈ ദുഷിച്ച തലമുറ? ആത്മീയ ജീവിതത്തോട് യാതൊരു ആഭിമുഖ്യവുമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളും സമൂഹങ്ങളും ആണ് ദുഷിച്ച തലമുറ എന്ന് പറയുന്നത്. ആത്മീയമായ ആഴത്തിലുള്ള ജീവിതമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ, ഞാൻ കൊന്ത ചൊല്ലില്ല, ഞാൻ കുർബാനയിൽ പങ്കെടുക്കില്ല, ഞാൻ കുമ്പസാരിക്കില്ല, ഞാൻ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം, എന്നിട്ട് സ്വയം ന്യായീകരിക്കും. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ, ഞാൻ ആരോടും ദുഷിച്ച് വർത്താനം പറയുന്നില്ലല്ലോ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, ഞാൻ കട്ടെടുക്കുന്നില്ലല്ലോ, ഞാൻ വ്യഭിചാര പ്രവൃത്തി ചെയ്യാൻ പോകുന്നില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ, ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. കർത്താവ് പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവമെന്ന്. വചനത്തിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെയും ഒക്കെ ആത്മീയമായി നമ്മൾ വളരുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ആത്മീയ സമ്പത്ത് കൊണ്ട് നമ്മൾ പുഷ്ടി പ്രാപിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള തലമുറയുടെ അനുഭവമാണ് വചനത്തിൽ കർത്താവ് പറയുന്നത്, ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതാണ് ഈ ദുഷിച്ച തലമുറ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടുണ്ടല്ലോ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എങ്ങനെയുള്ള ആത്മീയ ജീവിതമാണ് നയിക്കുന്നത്? അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഞാൻ എങ്ങനെയുള്ള ആത്മീയ ജീവിതമാണ് നയിക്കുന്നത്? വെറുതെ ഒരു നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അന്നത്തെ ദിവസത്തെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞോ? ഇനി നേരം പോക്കിന് വേണ്ടിയിട്ട്, ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന വിധത്തിലുള്ള ഒരു പ്രാർത്ഥന കൊണ്ടാണോ ഞാൻ ദിവസം മുഴുവനും ജീവിക്കുന്നത്? അതോ ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും, കണ്ടാലും കണ്ടില്ലെങ്കിലും, അറിഞ്ഞാലും ഇല്ലെങ്കിലും ഏറ്റവും തീഷ്ണതയോടെയുള്ള ഒരു ആത്മീയ ജീവിതത്തിനായി ആഗ്രഹിച്ച് അതുപോലെയാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹാ ഈ വചനത്തിലൂടെ എത്ര ശക്തമായിട്ടാണ് നമ്മളോട് ഈ സന്ദേശം പറഞ്ഞു തരുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം ഇപ്രകാരമാണ്. അത് ഈ 43-ാം വചനം തൊട്ട് 45-ാം വചനത്തിൻ്റെ അവസാനം വരെ ഉള്ള അതിൻ്റെ ആകെ കൂടെയുള്ള സന്ദേശമാണ് ഈ വചനത്തിലെ അഞ്ചാമതായിട്ട് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. അതിങ്ങനെയാണ്: എത്ര ക്രൂരമായ സ്വഭാവമുള്ള അശുദ്ധാത്മാക്കൾ വന്നാലും നമ്മളാരും തകർന്നു പോകരുത്. എത്ര ക്രൂരമായ സ്വഭാവങ്ങളുള്ള അശുദ്ധാത്മാക്കൾ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ വന്നാലും നമ്മളാരും തകർന്നു പോകരുത്. അതിന് എന്താണ് പ്രതിവിധി? പ്രിയപ്പെട്ടവരെ, അതിനുള്ള പ്രതിവിധിയാണ് ഇന്ന് ഈ വചനത്തിൽ കർത്താവ് നമുക്ക് അഞ്ചാമത്തെ സന്ദേശമായിട്ട് പറഞ്ഞു തരുന്നത്. വചനം അധരത്തിലും ഹൃദയത്തിലും കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഈശോ അരുളി ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരമല്ലേ: കർത്താവിൻ്റെ വചനം
പാദങ്ങൾക്ക് വിളക്കാണ്, വഴികളിൽ പ്രകാശമാണ്. പാദങ്ങൾക്ക് വിളക്കാണ്, വഴികളിൽ പ്രകാശമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വചനത്തിൽ പറഞ്ഞില്ലേ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, ജോയൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, യുവാവേ, രാവും പകലും നീ വചനം ധ്യാനിക്കുക. യുവാവേ, രാവും പകലും നീ വചനം ധ്യാനിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ പിശാചിനെ പുറത്താക്കുന്നതും ആട്ടിപ്പായിക്കുന്നതും ദൈവവചനം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അടിമുടി വചനത്താൽ നിറയണം, കൂദാശകളാൽ പൂരിതമാകണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ജീവിക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു തിന്മയും നമ്മുടെ ജീവിതത്തെ തൊടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹീതമായ വചനം നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ സ്വീകരിക്കാം, സംഗ്രഹിക്കാം. ഇത് ഏറ്റവും ചുരുക്കി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തിൻ്റെ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കുമ്പോൾ, ഒന്നാമതായിട്ട് അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വരണ്ട സ്ഥലങ്ങൾ പ്രാർത്ഥനയുള്ള വ്യക്തികളുടെ ഹൃദയങ്ങളാണ്. അവിടെ അശുദ്ധാത്മാക്കൾക്ക് വസിക്കാൻ ഇടമില്ല. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളെ തിന്മകളിൽ നിന്നൊക്കെ മാറ്റി അതിനെ ഒരുക്കി വെച്ചാൽ പോരാ, സജ്ജീകരിച്ചാൽ പോരാ, അവിടെ ആത്മീയ സമ്പത്ത് കൊണ്ട് അവിടെ നിറയ്ക്കണം. മൂന്നാമതായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരുന്നു, ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികളോ സൽപ്രവൃത്തികളോ കൊണ്ട് മാത്രം ജീവിച്ചാൽ പോരാ, വലിയ ആത്മീയ സമ്പത്തായ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ ജപമാല, കുംഭസാരം എന്ന കൂദാശ, ഇതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ, ജീവിതത്തെ നമ്മൾ നിറയ്ക്കണം. നാലാമതായിട്ട് ഈ ദുഷിച്ച തലമുറ എന്ന് പറയുന്നത് ആത്മീയമായ ജീവിതത്തോട് ആഭിമുഖ്യമില്ലാത്തവരെയാണ് കർത്താവ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, വചനം കൊണ്ട് നിറയണം, കൂദാശകൾ കൊണ്ട് പൂരിതമാകണം. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.